നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട്. ചേട്ടാ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തു, എന്താണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ കുറെ ആളുകൾ കോൺടാക്ട് ചെയ്യും. അതേപോലെ തന്നെ ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു, എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വരും. അതായത് രണ്ട് ടൈപ്പ് ആൾക്കാരും എന്നെ സമീപിക്കാറുണ്ട്. അതായത് പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ട്. മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഉള്ളവരും സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം പേഴ്സണലി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, എന്നോട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് എല്ലാവരിലേക്കും അത് എത്തുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ച് നടക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മറ്റൊരാളുടെ സപ്പോർട്ടിൽ വളരുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പിന്നീട് നമുക്ക് ഫ്യൂച്ചറിലാണെങ്കിൽ പോലും നമ്മൾ അഥവാ ഇനിയും വേറൊരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളങ്ങ് വളർന്നു എന്ന് വിചാരിക്കുക, അത് ഫ്യൂച്ചറിൽ ചെന്നിട്ട് നമുക്ക് ഒരു പാരയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്വന്തം കാലിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഗ്രോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതായിരിക്കും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരാളോട് ഒരു സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും, ഇപ്പൊ എന്നോട് തന്നെ ഒരുപാട് പേര് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ എനിക്കും സാധിക്കാറില്ല. പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ നമ്മുടെ വീഡിയോകൾ സജഷൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് യൂട്യൂബിനുള്ളിൽ തന്നെ നമ്മുടെ വീഡിയോകൾ നമുക്ക് തന്നെ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഈ ടൂളുകൾ പോലും നമ്മൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീഡിയോയിലേക്ക് കൂടുതൽ റീച്ചും വ്യൂവും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ഭാഗം റെക്കോർഡ് ചെയ്യുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. 1000 ലൈക്കാണ് ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്തത്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മളുടെ ഓൾഡ് വീഡിയോസും നമ്മളുടെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസും ഒക്കെ തന്നെ റെക്കമെൻഡ് ചെയ്യാനും സജസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതായത് ഇന്നിപ്പോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്തിട്ട് നിങ്ങളോട് പറയുകയാണ്, കുറെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഈ ഒരു വീഡിയോ ഒരു 10,000 പേര് കാണുന്നുണ്ടെങ്കിൽ അതിലൊരു 50 പേരെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ആ വീഡിയോയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് 50 പേര് മതിയെന്നേ. ഈ 50 പേരാണ് പിന്നീട് 500, 5000, 50,000 ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പൊ ആ ചെറിയൊരു സാധ്യത പോലും പലരും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ആ വീഡിയോയിലൂടെ നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. അതിന് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോകൾ തന്നെ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ വീഡിയോയിലേക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാർഡ്സ് ആണ്. നമ്മുടെ വീഡിയോയിൽ ഇവിടെ മുകളിൽ കാണുന്ന പോലെ കാർഡുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കാർഡുകൾ മാക്സിമം 5 കാർഡ്സ് വെച്ച് നമുക്ക് ഓരോ വീഡിയോയിലും ആഡ് ചെയ്യാം. അതായത് നമ്മുടെ 5 വീഡിയോകൾ നമുക്ക് ഒരു വീഡിയോയ്ക്കുള്ളിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു അൺബോക്സിങ് ചെയ്യുന്നത് വിചാരിക്കുക, ഇപ്പൊ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഒരു ഫോൺ അൺബോക്സ് ചെയ്യുന്നു. ആ ഫോൺ അൺബോക്സ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ പല കാര്യങ്ങൾ പറയും. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു മറ്റൊരു ഫോണുമായിട്ട് ആ ഫോണിനെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ മുമ്പ് അങ്ങനെ ഒരു വീഡിയോ കമ്പയർ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പാരിസൺ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറയാം. അതേപോലെ തന്നെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും 5 എടുത്ത് നിങ്ങൾ മറ്റ് 5 വീഡിയോകളെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഒരു വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഈ 5 വീഡിയോയിൽ കുറഞ്ഞത് ഒരു വീഡിയോ എങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായി? 5 വീഡിയോയും നമ്മൾ കാർഡിൽ ഇടുന്നത് കാണണമെന്നില്ല, ഒരു വീഡിയോ കണ്ടാൽ മതി. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യവും മിക്ക ആളുകളും യൂസ് ചെയ്യുന്നില്ല. ഇപ്പം പേഴ്സണലി ഞാൻ തന്നെ ഇത് എൻ്റെ ഈ ഒരു ചാനലിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ഞാൻ അതിൽ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ഈ കാർഡും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ അൺബോക്സിംഗ് കഴിയുമ്പോഴും അത് അടുത്ത വീഡിയോയിലേക്ക്, ഓരോ അൺബോക്സിംഗ് വീഡിയോകൾ ചെയ്യുമ്പോഴും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത അൺബോക്സിംഗ് വീഡിയോകൾ അതിൽ കണക്ട് ചെയ്യാനും ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനും കാർഡിലും എൻഡ് സ്കില്ലും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അപ്പൊ നിങ്ങളും അത് ചെയ്യുക. നിങ്ങളുടെ പഴയ വീഡിയോകളിലേക്കും, അതായത് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ വ്യൂ കുറവാണ്, അങ്ങനെയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റ് വീഡിയോകളിലൂടെ റെക്കമെൻഡ് ചെയ്യുക. അത് വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഹോളി ലാൻഡിന്റെ ഒരു മൈക്കിനെ കുറിച്ച്. ഈ ഒരു മൈക്ക്, ഈ മൈക്ക് ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ഒരു മൈക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട്
ഒരു ഒത്തിരി വ്യൂ ഒന്നും കിട്ടില്ല. എനിക്ക് ഒരു 30,000-അടുത്ത് ആ വീഡിയോയിൽ വ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഞാൻ അതിലും കൂടുതൽ വ്യൂ പ്രതീക്ഷിച്ചു. കാരണം ഞാൻ ആ ഒരു മൈക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് വീഡിയോ ചെയ്തത്. എനിക്കൊന്ന് യൂട്യൂബിൽ ആരും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തില്ല ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ച്. എന്നിട്ട് എനിക്ക് അതിന് ഞാൻ ഉദ്ദേശിച്ച ഒരു വ്യൂ കിട്ടിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചേട്ടാ, ഇത്രയും കഷ്ടപ്പെട്ട വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കാരണം മലയാളത്തിൽ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ആരും വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ അത്രയും ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് പോലും എനിക്ക് വ്യൂ കിട്ടിയില്ല. പക്ഷേങ്കിൽ ഈ 30,000 വ്യൂ പോലും അതിലില്ലായിരുന്നു, അതിലും കുറവായിരുന്നു ആ വീഡിയോയിൽ വ്യൂ. പക്ഷേ ഞാൻ എൻ്റെ പല വീഡിയോകൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു, എൻ്റെ സ്ക്രീനിൽ കൊടുത്തിരുന്നു, കാർഡിലിട്ടിരുന്നു. അങ്ങനെ ആ വീഡിയോ ഗ്രോ ചെയ്ത് ഇപ്പോൾ ഏകദേശം 30K അടുത്ത് വ്യൂ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോകൾ റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ ഈ മൈക്കിന്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മൈക്കിന്റെ വീഡിയോ ആണ്. ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരു മൈക്രോഫോൺ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൈക്ക് ഇതിപ്പം ബ്രാൻഡ് എനിക്ക് പൈസ എന്നിട്ട് പറയുന്ന കാര്യമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. ഞാൻ പല വയർലെസ് മൈക്കുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഞാൻ ഇപ്പം കുറച്ച് വീഡിയോകളിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മൈക്കാണിത്. അപ്പൊ നിങ്ങൾ ആരും ഇത് വാങ്ങണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പേഴ്സണലി എന്നോട് ആരെങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിനുള്ളിൽ ഒരു 10 രൂപയ്ക്കും 15 രൂപയ്ക്കും ഇടയ്ക്ക് ഒരു മൈക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനേക്കാളും നല്ല മോഡൽസ് വരാം, വേറെ ബ്രാൻഡുകളിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങുക. എന്തായാലും ആ വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കിയേക്കാം. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻഡ് സ്ക്രീൻ ആണ്. ഞാനിപ്പോൾ എൻഡ് സ്ക്രീനെ കുറിച്ച് പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാം. എൻഡ് സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ ഇപ്പം ഏത് വീഡിയോ ആണെങ്കിലും അത് എൻഡ് ആകാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ എൻഡ് സ്ക്രീൻ ഇങ്ങനെ കാണിക്കാൻ പറ്റും. എൻഡ് സ്ക്രീനിൽ നമുക്ക് വീഡിയോകൾ ആഡ് ചെയ്യാൻ പറ്റും. മാക്സിമം 4 വീഡിയോ അല്ല 3 വീഡിയോയും വേണമെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടണും 4 എൻഡ് സ്ക്രീനാണ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം പോയി കഴിഞ്ഞാൽ 2 വീഡിയോകൾ കൊടുക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ചാനൽ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അതിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുക്കുക. എന്നിട്ട് ഈ വീഡിയോ നമ്മുടെ എൻഡ് ആകാൻ തുടങ്ങുന്നതിന്റെ ആ സെക്കൻഡുകൾക്കുള്ളിലാണല്ലോ, ഒരു 10 സെക്കൻഡ് അല്ലെ 15 സെക്കൻഡിലാണ് ഈ എൻഡ് സ്ക്രീൻ വരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ ഇക്കാര്യം പറയാം, ഇവിടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയുടെ കണ്ടു നോക്കുക. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞ് എൻഡ് സ്ക്രീനിൽ ആ സാധനം പ്ലേസ് ചെയ്യുക, ആ ഒരു വീഡിയോ പ്ലേസ് ചെയ്യുക. എങ്ങനെയായാലും ഇൻട്രസ്റ്റോടെ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡ് സ്ക്രീനിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആ വീഡിയോയും അവർ വാച്ച് ചെയ്യും. ഇപ്പൊ ഈ സാധ്യത യൂസ് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് വ്യൂവേ കിട്ടുന്നുള്ളെങ്കിലും അത് മതി. അത് നിങ്ങളുടെ ആ ഒരു വീഡിയോയെ പിന്നീട് യൂട്യൂബിന്റെ സെർച്ചിലേക്ക് കൊണ്ടുവരും. അതായത് നമ്മുടെ സജഷനിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോകൾ ആളുകൾ ക്ലിക്ക് ചെയ്യുകയും അത് വാച്ച് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് അത് ട്രിഗർ ചെയ്യും. യൂട്യൂബ് പിന്നീട് സെർച്ചിലേക്കായിരിക്കും ആ വീഡിയോ കൊണ്ടുപോകുന്നത്. ആളുകൾ യൂട്യൂബിൽ വന്ന് നമ്മൾ ആ സജസ്റ്റ് ചെയ്ത വീഡിയോകൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? ആ ഒരു പ്രയോജനമുണ്ട്. അപ്പൊ ഇത് ഒരു ദിവസവും 2 ദിവസവും കൊണ്ട് നടക്കുന്ന പ്രോസസ്സിംഗ് അല്ല, ഇത് കുറേ ദിവസങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിലുള്ള ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. നാലാമതായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഏതെങ്കിലും ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ, ന്യൂ വീഡിയോ, അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം അത് നിങ്ങൾക്ക് പിൻ ചെയ്ത് വരും. അപ്പൊ കമന്റിലേക്ക് വരുന്ന ആളുകളും നിങ്ങളുടെ ആ ഒരു വീഡിയോയിലേക്ക് പോകാനുള്ള സാധ്യത വർദ്ധിക്കും. അപ്പൊ ഈ കാര്യങ്ങളെ നിങ്ങൾ ആദ്യം യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഞാൻ രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ ഈ താണ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ആരോടും നമ്മൾ ചോദിച്ചിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, വെറുതെയാണ്. നിങ്ങൾ സ്വയം വളർന്നു വരാനായിട്ട് ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്, അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കുറച്ച് സമയം എടുക്കും. ഇത് ഇന്ന് വീഡിയോ ഇട്ട് നാളെ വൈറലാകുന്ന ഒരു പ്രോസസ്സിംഗ് അല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. കുറച്ച് സമയം എടുക്കും. നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ആകണം, നമ്മളുമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അഡ്ജസ്റ്റ് ആകണം. അപ്പൊ അതിനൊക്കെ കുറെ സമയം എടുക്കും. ആ ഒരു സമയം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും, ഗ്രോ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യം വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോകളിൽ കാർഡ് ആഡ് ചെയ്യുന്നത്, എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എൻഡ് സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോകളൂടെ കണ്ടു നോക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ എത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.